പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. വചനം പഠിക്കുവാൻ കൃപ ചൊരിയണമേ, അനുസ്മരിച്ചിടാനും വരമരുളൂ. ദൈവപുത്രന് സാക്ഷ്യമേകാൻ അഭിഷേക അഗ്നിയെ ജ്വലിപ്പിച്ചിടൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക. അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ അവർ അനുഗ്രഹം പ്രാപിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് പ്രാർത്ഥനയിൽ സ്ഥിരതയില്ലായ്മയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി പല കാര്യങ്ങൾ അതിനകത്ത് മനസ്സിലാക്കണം. നിർബന്ധപൂർവം പ്രാർത്ഥിക്കുന്നത് ദൈവവചനം അംഗീകരിക്കുന്നുണ്ട്. നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക, പരിത്യാഗം എടുത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ഥിരതയോടെ പ്രാർത്ഥിക്കുക. ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ കാര്യം നടക്കുന്നത് വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ കർത്താവിന് എൻ്റെ മേൽ കരുണ തോന്നുവോളം എൻ്റെ കണ്ണുകൾ അങ്ങയെ തന്നെ നോക്കിയിരിക്കും. ഇതാണ് സങ്കീർത്തകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. അച്ഛൻ ഈ അടുത്ത കാലത്ത് ഒരു കുടുംബത്തിൻ്റെ അനുഭവം ശ്രദ്ധിച്ചു. ആ കുടുംബത്തിന് ആ ചേട്ടൻ 10-30 വർഷമായി നരകിക്കുകയായിരുന്നു. ഈ 30 വർഷത്തിനുള്ള ചേട്ടൻ പ്രാർത്ഥിച്ചു, എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടായില്ല. ചേട്ടൻ ചികിത്സകൾ നടത്തി, കൺവെൻഷന് കൂടി, അഭിഷേകാഗ്നിയുടെ ഒരു കൺവെൻഷൻ വന്ന് കൂടി, കാഞ്ഞിരപ്പള്ളി ഒരു കൺവെൻഷൻ വന്ന് കൂടി, എന്നിട്ടൊരു അനുഭവം ഉണ്ടായില്ല. രോഗം മൂർച്ഛിക്കുകയാണ്. പക്ഷേ കുടുംബത്തിൽ ആ ജീവിത പങ്കാളി പറഞ്ഞു, ചേട്ടാ നമ്മൾ മനസ്സ് മടുക്കരുത്, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. അവർ പ്രാർത്ഥന തുടർന്നു. എങ്ങനെയാണ് അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടായത്? ആ അനുഭവം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജോസഫ്. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് വരുന്നു. എവിടെന്നാ? കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ജോസഫ്. ഓക്കെ. എനിക്ക് 30 വർഷമായിട്ട് എനിക്ക്
ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടി ഒലിക്കുന്ന വ്രണം ഒലിച്ചിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യേശുവേ 30 വർഷം 3 പതിറ്റാണ്ട് ശരീരം മുഴുവൻ ചൊറിഞ്ഞ് പൊട്ടി ചലം ഒഴുകി വ്രണം പിടിച്ച് ചലം ഒഴുകും അല്ലേ? ഒഴുകും ചലം ഒഴുകുന്ന ശരീരം മുഴുവൻ കഴുത്തൊന്നും മാത്രമല്ല, അല്ല മൊത്തത്തിൽ ഉണ്ടായിരുന്നു, മൊത്തം ഉണ്ടായിരുന്നു. കഴുത്ത്, പുറം, കൈയും ശരീരം മുഴുവനും ചൊറിഞ്ഞ് പൊട്ടി ചലമായി ഇങ്ങനെ വ്രണമായിട്ട് ചലം ഒഴുകും. അതുപോലെയായിരുന്നു ഈ സഹോദരൻ്റെ സ്ഥിതി. ഞാൻ 2018 കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ, അച്ഛൻ്റെ കൺവെൻഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം 2018 കാഞ്ഞിരപ്പള്ളി അഭിഷേകാഗ്നി കൺവെൻഷൻ ഉണ്ടായിരുന്നു. കൺവെൻഷന് ഞാൻ 5 ദിവസവും കൂടി. അച്ഛൻ യേശുനാമത്തിൻ്റെ ശക്തി എന്നുള്ള പുസ്തകം, അതിൻ്റെ രോഗികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. എല്ലാവരും കയ്യിലെടുത്ത് പിടിച്ച് അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചു. ഞാനും കയ്യിലെടുത്ത് പിടിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഞാനിത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 മാസം തുടർച്ചയായിട്ട് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും സമയം കിട്ടുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുക. ഇതിനകത്തൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന കുഞ്ഞു പ്രാർത്ഥനയാണ്. പക്ഷേ ഈ പ്രാർത്ഥന രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടെല്ലാം അങ്ങ് പ്രാർത്ഥിക്കും അല്ലേ? പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയല്ലേ? അത് തന്നെ. ഈ പ്രാർത്ഥന രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഈ ചേട്ടൻ മാറി അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശ്വാസത്തോടെ. എനിക്ക് 3 മാസം കഴിഞ്ഞ് പൂർണ്ണ സൗഖ്യം കിട്ടി. പിന്നെ കംപ്ലീറ്റ്. അതായത് ഈ ശരീരം 30 വർഷമായി നരകിച്ച സംഭവം അല്ലേ? ഇതൊക്കെ ശരിക്കും വന്നാൽ ഇത് ഭയങ്കര ഭയങ്കര മണാണിത്. മണം ഇങ്ങനെ ശരീരം പൊട്ടി ഒഴുകിയിട്ടെ. എൻ്റെ ഈശോ എന്തെങ്കിലും ഒന്ന് ഭാവന കണ്ടു ഈ ശരീരം. അപ്പം നേരം വെളുത്ത് എഴുന്നേക്കാൻ എന്തായാലും വലിയ പാടാ അല്ലേ? ഭയങ്കര ഒട്ടിട്ട് വലിയ ബെഡ്ഷീറ്റ് കൂന്നിരിക്കും. അയ്യോ, നേരം വെളുത്ത് എഴുന്നേക്കുമ്പോഴത്തേനും ബെഡ്ഷീറ്റ് ചലം കൊണ്ട് കുതിർന്നിരിക്കും. അതുപോലെ ശരിക്കും ഷർട്ടൊക്കെ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. കയ്യിൽ തുണി ചുറ്റിയാ പോയിക്കൊണ്ടിരുന്നത്. ഉള്ളിൽ തുണി ചുറ്റിയിട്ട് വേണം ഷർട്ട് ഇട്ടിട്ട് പോകാൻ. അതേപോലത്തെ എന്ന് പറഞ്ഞാൽ കൈയൊക്കെ അത്രയും ഒരു ചലം അങ്ങോട്ട് ഒഴുകി പഴുത്തട്ടെ. അത് എത്ര വർഷം? 30 വർഷം ഇതായിരുന്നു സ്ഥിതി. അപ്പോൾ അതിനനുസരിച്ച് ചില ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ചെയ്തു ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഒരുപാട് ഓയിൻമെൻറ്റുകളും പച്ചമരുന്ന്, അലോപ്പതി ഇംഗ്ലീഷ് മരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് 30 വർഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്താണ് കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ നടക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടി ഒരു പ്രാർത്ഥന, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. എന്നിട്ട് അച്ഛന് ഈ ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ടായിരുന്നു, യേശുനാമത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ പുസ്തകം അവിടെ പരിചയപ്പെടുത്തിയായിരുന്നു അല്ലേ? പരിചയപ്പെടുത്തി. അപ്പോൾ അത് കൂട്ടൊരു പുസ്തകം വാങ്ങി. അതിൻ്റെ ഒരു പ്രാർത്ഥനയാണ് അച്ഛൻ അന്ന് പ്രാർത്ഥിച്ചത്. ഇതിൻ്റെ പുറകിലെ പ്രാർത്ഥന അല്ലേ? ഈ പ്രാർത്ഥന വീട്ടിൽ ചെന്ന് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശ്വാസത്തോടെ. അങ്ങനെ പ്രാർത്ഥിച്ച് 3 മാസം ഇത് പ്രാർത്ഥിച്ച് 3 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ഞാൻ നേർച്ച നേർന്നു. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ നേർച്ച നേർന്നു. അപ്പോൾ ആദ്യം തന്നെ ചേട്ടൻ പറഞ്ഞിട്ടാണ്, ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും, ഞാൻ 30 വർഷം ചികിത്സിച്ചതാണ്, എനിക്കത് മാറിയിട്ടില്ല. ഞാൻ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കും, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഈ ശരീരം സൗഖ്യം പ്രാപിച്ചാൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തും എന്ന് ഒരു നേർച്ച നേർന്നായിരുന്നു. അങ്ങനെ 3 മാസം പ്രാർത്ഥിച്ചപ്പോഴേക്കും കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇല്ലേ? പിന്നെ ഒട്ടുമില്ല. എൻ്റെ ഈശോ. അപ്പോൾ ഈ ഇങ്ങനെ ഇത് കിട്ടുന്ന സമയത്തെ ഈ മണമൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ ആൾക്കാർ വന്നാൽ മാറിപ്പോകും. ജോലിക്ക് പോകുന്നിടത്തുനിന്ന് ഞാൻ ചോറിനുന്ന സമയത്തൊക്കെ പണിക്കാരൊക്കെ മാറിയിരുന്ന ചോറിനുള്ളൂ. അവരടുത്തുനിന്ന് വരുന്ന ഭക്ഷണം കഴിക്കില്ല, ഒരാൾ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കില്ല, മാറിപ്പോയിരുന്ന ഭക്ഷണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, 30 വർഷത്തെത്തി. അപ്പോൾ ചേട്ടൻ താമസിക്കുന്ന മുറിയിലേക്കൊന്നും കയറാൻ പറ്റില്ല. ആ മുറിയിലൊക്കെ മണമായിരിക്കും. നിങ്ങൾ ചിന്തിക്കുന്ന അതിൻ്റെ വിഷമം. ബസ്സിലൊക്കെ കയറി ഇരിക്കുമ്പോൾ ആ ചേട്ടന് മാനസികമായി എന്തൊരു വിഷമം. ബസ്സിരുന്ന എനിക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ആൾക്കാരും ഇങ്ങനെ മാറിയിരിക്കും, കയ്യൊക്കെ ഇങ്ങനെ പൊട്ടി ഒഴുകുക. ദൈവമേ, അപ്പോൾ ആളുകൾ പതുക്കെ എഴുന്നേറ്റങ്ങോട്ട് പോകും. അതുപോലെ വേദന സഹിച്ചൊരു ചേട്ടനാണ്. 30 വർഷം. ഇതാ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാവുന്നല്ലേ, പരിസരത്തുള്ളവർക്ക് അറിയാവുന്നല്ലേ? അല്ല, എൻ്റെ ഭാര്യ വന്നിട്ടുണ്ട്. ഹലോ ഇത് എൽസു ഒന്നും കൈയൊന്നും പൊക്കി കാണിച്ചനെ. എൽസു ഇവിടെ ഉണ്ടോ? ഇങ്ങോട്ട് വന്നേ. ഹല്ലേലൂയ. കാരണം ഇപ്പോഴത്തെ കാലം എന്ത് കാലമെന്ന് പറയണത് ഒരു പ്രത്യേക കാലമാണ്. അല്ല, ശരിക്കും നല്ല ബുദ്ധിമുട്ടല്ലായിരുന്നല്ലേ? പഴുത്തൊഴുകുമായിരുന്നു, വഴിക്ക് പൊട്ടി ഒഴുകുമായിരുന്നു. തുണിയൊക്കെ വെച്ച് കെട്ടി. ഈ എൽസു ആണ് അതെല്ലാം വെച്ച് കെട്ടി. കാരണം എല്ലാ ദിവസവും ഇതിങ്ങനെ വെച്ച് കെട്ടി. യാത്രയ്ക്കൊക്കെ പോകണമെങ്കിൽ ഒരുപാട് അല്ലേ ക്ലീൻ അല്ലേ, ഒരുപാട് ക്ലീൻ ചെയ്ത്
വെച്ച് കെട്ടി ഒരുപാട് ഇല്ല, ഭയങ്കര ഉളുമ്പോണം അച്ഛൻ സഹിക്കാൻ വയ്യത്. ഉളുമ്പോണം ഭയങ്കര മണം. ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകുമായിരുന്നു. ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി ഒരു യാത്രയ്ക്ക് പോകണമെങ്കിൽ ഒരു കുറേ നേരത്തെ പണിയാണ് അല്ലേ. ഡെറ്റോളൊക്കെ ഒഴിച്ച് കഴുകി ശരി രണ്ട് കൈയും പുറമെല്ലാം കഴുകി അങ്ങനെ. ഇതത്തെ കുറേ വർഷമായില്ലേ, 10-30 വർഷമായിട്ട് ഇങ്ങനെ. എനിക്ക് 18 വയസ്സിൽ തുടങ്ങിയ 48 വയസ്സായിപ്പോൾ. 18ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. 48 വയസ്സ് വരെ ഇത് സഹിച്ച്. എന്നാൽ ആ കുലുസു അത് ഉപേക്ഷിച്ച് പോയില്ല. വേറെ ആരാണ് പോയനെ. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. കുലുസ് പറഞ്ഞു, എൻ്റെ ദൈവം എനിക്ക് തന്ന ചേട്ടനാ, അതുകൊണ്ട് ഞാൻ എൻ്റെ ചേട്ടനെ പൊന്നു പോലെ നോക്കും. അല്ലേ? ശരിക്കും ഓർക്കുമ്പോൾ ശരിക്കും കുൽസുവിന് ഭയങ്കര സങ്കടവും വിഷമവുമല്ല. പക്ഷെ അതെല്ലാം 18 വയസ്സ് തൊട്ട് അല്ലെ 30 വർഷത്തെ ആ ഒരു സംഭവം, മണിക്കൂറുകൾ, ദിവസങ്ങൾ. മക്കളെ ഒരു വിശുദ്ധയാണ് നിൽക്കുന്നത്. എൻ്റെ മോനെ സെമിനാരിൽ പോയി അച്ഛനാകാനായിട്ട് ദൈവമേ, ആ മോനും ദൈവം അനുഗ്രഹിക്കണം. ആ മക്കൾ ആ വീട്ടിലെ എന്താണ് ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, എനിക്ക് ഒരു ദിവസം ഇങ്ങനത്തെ മുറിവുണ്ടായത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അത് ഒരു കാലേ മുറിവുണ്ടായാൽ ഇത് കാല്, കൈ, കഴുത്ത്, പുറം എല്ലാ മേഖലകളിലും ഭയങ്കരമായിട്ട് പഴുത്തിരിക്കുക. പൊട്ടി ഒഴുകുക, ചല ഒഴുകുക, ബ്ലഡ് വരുവായിരുന്നേ ഉള്ളൂ, അല്ലാതെ ഇങ്ങനെ രക്തം ഒഴുകുക, ബ്ലഡ് വരുവല്ല, അല്ലാതെ പഴുത്ത് ഒഴുകുക. അതായിരുന്നു സ്ഥിതി. എൻ്റെ ചേച്ചിമാരെ, ഈ സമയത്തൊന്നും വിട്ടുപോകരുത്. ഈ രാത്രി കഴിഞ്ഞ് പ്രഭാതം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ഹാലേൽ. കണ്ണുനീര് കഴിഞ്ഞ് സങ്കടം മാറി നല്ല കാലം വരും. പ്രൈസ് ദി ലോർഡ്. മുറിവൊക്കെ ഉണങ്ങുന്ന നല്ല കാലം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഞെരുക്കത്തിലും കൂടെ നിൽക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. എന്നൊക്കെ പറഞ്ഞ വിവാഹമോചനം വളരെ എളുപ്പമാണ്. പക്ഷെ അതല്ല ദൈവത്തിൻ്റെ സന്നിധി. വിജയമായ ജീവിതം ഈ ജീവിതമാണ്. ഇതാണ് ദൈവത്തിൻ്റെ വിജയകരമായ കുടുംബജീവിതം എന്ന് പറയുന്നത്. എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. വിജയകരമായ കുടുംബജീവിതം. എന്നാലും നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുമല്ലേ? ചേച്ചി പറഞ്ഞു, കുൽസ് അല്ല എൽസ് പറഞ്ഞു, സോറി, ഞാനിത് ആ ചേട്ടൻ. അതുകൊണ്ട് ചേട്ടന് ഒരു ആങ്ങളുടെ മുമ്പിൽ ഒരു പേടിയൊന്നുമില്ല. എൻ്റെ എൽസു എന്നേ പറയുള്ളൂ, എൽസമ്മയെന്ന് തികച്ച് പറയില്ല. കാരണം എന്താ? അതുപോലെ സ്നേഹമാണ് എൽസമ്മയ്ക്ക്. എന്തിനാ കോടിക്കണക്കിന് രൂപയെ വലിയ പട്ടുസാരി കൊണ്ട് കൊടുക്കുന്നത്? പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വാക്ക് കൊടുത്താൽ പോരെ എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. എൻ്റെ അൽസമ്മ എന്ന് തികച്ച് പറയില്ല, എൽസു എന്ന് പറയുമ്പോൾ നിർത്തും. കാരണം ഈ എൽസുവിൻ്റെ പെരുമാറ്റം അതുപോലെയായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു. എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ശരിക്കും ഒരുമിച്ചിരുന്ന് ഈശോയുടെ കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ കഴിഞ്ഞിട്ടേ, കാഞ്ഞിരപ്പള്ളി കൺവെൻഷൻ കഴിഞ്ഞ് ഇതങ്ങോട്ട് മൂർച്ഛിച്ച് പൊട്ടി ഒഴുകാൻ തുടങ്ങി അല്ലേ? അപ്പോൾ സങ്കടമായിരുന്നു, ഇത് കുറയുന്നില്ലാത്തതുകൊണ്ട് ആകെ സങ്കടമായിരുന്നു. അങ്ങനെ പൊട്ടി ഒഴുകി എൻ്റെ. അപ്പോൾ കാഞ്ഞിരപ്പള്ളി ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, നിങ്ങളിപ്പോൾ ഇവിടെ കൺവെൻഷൻ എൻ്റെ ഈ രോഗം മാറും എന്ന് പ്രതീക്ഷിച്ച് വന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം അങ്ങോട്ട് കൂടി പൂർവാധിക ശക്തിയോടെ, ആദ്യം പുറം വരെ ഉണ്ടായിരുന്നുള്ളത്, കഴുത്തും തലയിലേക്ക് ഇങ്ങോട്ട് കയറി കഴിഞ്ഞ് എല്ലാം വെള്ളം പോലെ പഴുപ്പും ചലമൊക്കെ ഒഴുകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനസ്സിന് വിഷമം വരില്ലേ? ആ സമയത്ത് എൽസ് പറഞ്ഞിട്ടുണ്ടാവും, സാരല്ല ചേട്ടാ, പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? പറഞ്ഞു കൊടുത്തില്ലേ? കൈ വിരിച്ച് പിടിച്ചു. അപ്പോൾ അതാണ് എൽസുവിൻ്റെ പവർ. അപ്പോൾ എൽസ് പറഞ്ഞു, നമുക്ക് ഈ സമയത്താണ് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞ് രണ്ടുപേരും കൈ വിരിച്ച് പിടിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇതാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. എന്നുറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. രണ്ടുപേരും കൈ വിരിച്ചു പിടിച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈശോ അങ്ങോട്ട് അനുഗ്രഹിച്ച്. കർത്താവിനെ അനുഗ്രഹിക്കാതിരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ ഹൃദയത്തിൽ സ്പർശിച്ച, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ പ്രവേശിച്ച ഒരു വലിയൊരു ടെസ്റ്റിമണിയാണ് ഇപ്പോൾ നിങ്ങളും ഞാനെല്ലാം നിങ്ങളുടെ കേട്ടത്. ആ കുടുംബം എത്രയോ ദിനരാത്രങ്ങൾ പ്രാർത്ഥിച്ചു, എത്രയോ മണിക്കൂറുകൾ കരഞ്ഞു.
എത്രയോ വേദനയോടെ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. പ്രാർത്ഥനയുടെ ഒരു നീണ്ട ചരിത്രം ഈ ഒരു സംഭവത്തോടനുബന്ധിച്ച് അവരുടെ ജീവിതത്തിലുണ്ട്. തൻ്റെ ചേട്ടൻ്റെ സൗഖ്യത്തിന് വേണ്ടി ആ ജീവിത പങ്കാളി എത്രയോ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. പ്രാർത്ഥന നടത്തി 1 മാസം കഴിഞ്ഞ് ഉത്തരം കിട്ടിയില്ല, 1 വർഷം കഴിഞ്ഞ് ഉത്തരം കിട്ടിയില്ല, 5 വർഷം കഴിഞ്ഞ് ഉത്തരം കിട്ടിയില്ല, 10 വർഷം കഴിഞ്ഞ് ഉത്തരം കിട്ടിയില്ല. ഉടനെ നിർത്തരുത്. ഇവർ രണ്ടുപേരും കൂടെ ഒരുപക്ഷെ വീട്ടിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടാവും. ചേട്ടാ, നമുക്ക് കാഞ്ഞിരപ്പള്ളി കൺവെൻഷന് പോകാം, അഭിഷേകാഗ്നി കൺവെൻഷനാ, അട്ടപ്പാടിയിൽ നിന്ന് വട്ടായലിച്ചനാണ് വരണത്, അനേക രോഗികൾ സുഖം പ്രാപിക്കുന്ന കൺവെൻഷനാ, നമുക്ക് പോകാം. അങ്ങനെ പ്രതീക്ഷയോടെ 5 ദിവസം അവർ കൂടി. വീട്ടിൽ ചെന്നപ്പോൾ രോഗം പൂർവാധികം അങ്ങോട്ട് വർദ്ധിച്ച സമയത്ത് ഈ ചേട്ടൻ്റെ മനസ്സ് സങ്കടപ്പെട്ടു. പക്ഷേ അപ്പോഴാ ചേച്ചി പറയുകയാണ്, നമ്മളിപ്പോൾ പ്രാർത്ഥന നിർത്തരുത്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം എന്ന് ചെത്തി പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറച്ച് പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല, ഉടനെ നിർത്തരുത്. 5 വർഷം പ്രാർത്ഥിച്ചു, 10 വർഷം പ്രാർത്ഥിച്ചു, 15 വർഷം പ്രാർത്ഥിച്ചു, ഉത്തരം കിട്ടിയില്ല, ഉടനെ നിർത്തരുത്. ഇവർക്ക് 30 വർഷത്തെ പ്രാർത്ഥനയുടെ ഒരു ഓർമ്മയുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്കിലും പ്രാർത്ഥിച്ചിട്ടും രോഗം മൂർച്ഛിച്ചു വരുമ്പോൾ ഇവരുടെ പ്രാർത്ഥന ദുർബലപ്പെട്ടില്ല. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസമില്ലാത്തവനെ പോലെ അവർ ദൈവത്തിനെതിരായി ചിന്തിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പകരം എന്ത് ചെയ്തു? ആ എൽസു എന്ന് പറഞ്ഞ ആ ജീവിത പങ്കാളി പറയാണ്, ചേട്ടാ, നമുക്കിപ്പോൾ കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ജീവിത പങ്കാളി മനസ്സിൽ അല്പം തളർന്നു, പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം കിട്ടാത്തതോട് അല്പം സങ്കടപ്പെട്ടു. അത് മാനുഷികമാണ്. അങ്ങനെ സങ്കടപ്പെടുന്നത് കണ്ടപ്പോൾ ആ ജീവിത പങ്കാളി പറയും, നമുക്കിപ്പോൾ കരങ്ങൾ വിരിച്ചു പിടിച്ച്, മുട്ടുമേൽ നിന്ന് കൈകൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണ്, പ്രാർത്ഥനയിൽ തളരേണ്ട സമയമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് പ്രാർത്ഥനയിൽ അടിയുറച്ച ജീവിതത്തിൻ്റെ യഥാർത്ഥ ചൈതന്യം. ഇങ്ങനെ നമുക്ക് സ്ഥിരതയോടെ പ്രാർത്ഥിക്കണമെങ്കിൽ 3 കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ഉറയ്ക്കണം. ഒന്ന്, ദൈവത്തിൽ ശരണപ്പെട്ട് ദൈവത്തിൻ്റെ സർവശക്തിയെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനസ്സ് എനിക്ക് നിങ്ങൾക്കുണ്ടായിരിക്കണം. ദൈവത്തിൽ ശരണപ്പെടണം, കർത്താവിൽ ദൃഢമായി ശരണപ്പെടണം, ദൈവത്തിൻ്റെ സർവശക്തിയിൽ ഉറച്ച് വിശ്വസിക്കണം. എൻ്റെ ദൈവം സർവശക്തനാണ്, എൻ്റെ ദൈവത്തിന് ഇത് ചെയ്തു തരാൻ കഴിയും, എൻ്റെ ദൈവത്തിന് ഇത് ചെയ്തു തരാൻ കഴിയും, എൻ്റെ ദൈവത്തിന് കഴിയും. ഈ കാര്യത്തിൽ ഞാൻ നിങ്ങൾ ഉറച്ച് വിശ്വസിച്ചാൽ മാത്രമേ സ്ഥിരതയോടെ പ്രാർത്ഥിക്കാനും പ്രാർത്ഥനയിൽ നിന്ന് വീണു പോകാതിരിക്കാനും സാധിക്കുകയുള്ളൂ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായം 27 മുതൽ 30 വരെ തിരുലിഖിതങ്ങൾ. യേശു ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ യേശുവിനുണ്ടായൊരു അനുഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു അവിടെ നിന്ന് കടന്നു പോകുമ്പോൾ 2 അന്ധന്മാർ, ദാവീദിൻ്റെ പുത്രാ, ഞങ്ങളിൽ കനിയണമേ എന്ന് കരഞ്ഞപേക്ഷിച്ചുകൊണ്ട് അവനെ അനുഗമിച്ചു. അവൻ ഭവനത്തിലെത്തിയപ്പോൾ ആ അന്ധന്മാർ അവൻ്റെ സമീപം ചെന്നു. യേശു അവരോട് ചോദിച്ചു, എനിക്ക് ഇത് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഉവ്വ് കർത്താവേ എന്ന് അവർ മറുപടി പറഞ്ഞു. നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവരുടെ കണ്ണുകളിൽ സ്പർശിച്ചു, അവരുടെ കണ്ണുകൾ തുറന്നു. ഈ കുടുംബം 30 വർഷം യേശുവിനെ വിളിച്ചപേക്ഷിച്ചുകൊണ്ട് യേശുവിനെ അനുഗമിച്ചു. യേശു ഒരു സെക്കൻഡിൽ തിരിഞ്ഞു ചോദിച്ചു, ഇത് ചെയ്തു തരാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ആ ജീവിത പങ്കാളി പറഞ്ഞു, ഉറപ്പായും. അവർ രണ്ടുപേരും കൈകൾ ഉയർത്തിപ്പിടിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു, നമുക്ക് കർത്താവിനെ ശരണപ്പെടാം. അവർ കർത്താവിൽ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൽ അവർ ദൃഢമായി ശരണപ്പെട്ടു. ദൈവത്തിന് കഴിയുമെന്ന് അവർ ഉറച്ച് വിശ്വസിച്ച് അത് 30 വർഷത്തെ പ്രാർത്ഥനയിലൂടെ തെളിയിച്ചു. ഒരു സെക്കൻഡിൽ കർത്താവ് പറഞ്ഞു, ശരി, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി ഉണ്ടാകട്ടെ. കൈകൾ തൊട്ടു, സുഖം കൊടുത്തു. അവരെന്ത് വിശ്വസിച്ചുവോ അതുപോലെ സംഭവിച്ചു. അതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അവിടെ 29-ാമത്തെ വാക്യം, നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ. സൗഖ്യമുണ്ടായി. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൽ 1-ാമത്തെ അധ്യായം 37-ാമത്തെ തിരുലിഖിതം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം, അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് നമ്മൾ ഉറച്ച് ഹോൾഡ് ഓൺ ചെയ്യണം.
എൻ്റെ ദൈവത്തിന് കഴിയാത്തതായി ഒന്നുമില്ല, എൻ്റെ ദൈവത്തിന് എല്ലാം കഴിയും. ഈ ഒരു വിശ്വാസമുള്ളവർക്ക് മാത്രമേ ദൈവത്തിൽ ദൃഢമായി ശരണപ്പെടാൻ കഴിയുകയുള്ളൂ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരുണയുടെ, ഈശോയുടെ കരുണയുടെ രൂപത്തിൻ്റെ അടിയിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ അങ്ങനെ ശരണപ്പെടുന്നു. ദൃഢമായി ശരണപ്പെടണം, ദൃഢമായി ശരണപ്പെടണം, ദൃഢമായി ശരണപ്പെടണം. ഇത് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇനി കർത്താവിൻ്റെ ഈ ഒരു അത്ഭുതം കാണാൻ, കർത്താവിൽ ദൃഢമായി ശരണം നിലനിൽക്കണമെങ്കിൽ ആവശ്യമുള്ള രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ സർവ്വശക്തിയിൽ ഉറച്ച് വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യമാണ് ദൈവത്തിൻ്റെ പരിപാലനയിൽ ഉറച്ച് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പരിപാലന എന്ന് പറഞ്ഞാൽ ഡിവൈൻ പ്രോവിഡൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും എൻ്റെ ദൈവം എന്നെ നോക്കും. ഞാൻ രോഗിയാകട്ടെ, ഞാൻ ശത്രുവിൻ്റെ കയ്യിലാകട്ടെ, ഞാൻ ജയിലിൽ കിടക്കുന്ന വ്യക്തിയാകട്ടെ, ഞാനിപ്പോൾ വലിയ തരത്തിലുള്ള കടബാധിതയിരിക്കുന്ന വ്യക്തിയാകട്ടെ, എനിക്ക് ഒരിഞ്ച് മുന്നോട്ട് നീങ്ങാൻ പറ്റാതെ ഞാൻ ചെങ്കടലിൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയാകട്ടെ, എൻ്റെ പുറകിൽ മഹാസൈന്യം എന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാകട്ടെ, ഞാൻ ഉറച്ച് വിശ്വസിക്കണം, എൻ്റെ ദൈവം എന്നെ നോക്കും. എൻ്റെ ദൈവം അനുവദിക്കാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ഇത് അടിവരയിട്ട് അങ്ങോട്ട് വിശ്വസിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 6-7 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവർ. എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയുടെ ഒരു മുടിയിഴ അവിടുന്ന് ഇളകി പറഞ്ഞ് താഴെ നിബന്ധിക്കണമെങ്കിൽ, നമ്മുടെ ശരീരത്തെ ഒരു രോമം ഇവിടുന്ന് ഇളകി മാറി പോകണമെങ്കിൽ സ്വർഗസ്വനായ പിതാവ് അനുവദിക്കണം. എൻ്റെ സ്വർഗസ്വനായ പിതാവ് അനുവദിക്കാതെ എൻ്റെ ഒരു മുടിയിഴ പോലും വീഴുകയില്ല. എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം അത്രയും പെർഫെക്റ്റ് കൺട്രോൾ, എൻ്റെ ജീവിതം അത്രയും പെർഫെക്റ്റായ ഒരു പരിപാലന എൻ്റെ ദൈവത്തിന് എൻ്റെ ജീവിതത്തിന് മേലുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ, യേശുവിനെ പീലാത്തോസ് പ്രത്തോറിയത്തിൽ വിചാരണ ചെയ്യുകയാണ്. അങ്ങനെ വിചാരണ ചെയ്യുന്ന സമയത്ത് യേശുവിനോട് പ്രത്തോറിയത്തിൽ വെച്ച് പീലാത്തോസ് പലതും ചോദിക്കുന്നുണ്ട്. എന്നാൽ യേശു പറയുന്നൊരു കാര്യമുണ്ട്. അവസാനം പീലാത്തോസ് പറയുകയാണ്, എനിക്ക് നിന്നെ ഫ്രീ ആയി വിടാൻ അനുവാദമുണ്ടെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? എനിക്ക് നിന്റെ മേൽ സർവ്വാധികാരമുണ്ട്. അപ്പോൾ യേശു പറഞ്ഞ കാര്യമുണ്ട്, എൻ്റെ സ്വർഗസ്വനായ പിതാവ് നിനക്ക് എൻ്റെ മേൽ അധികാരം തന്നിരുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ അധികാരം ഉണ്ടാകുമായിരുന്നില്ല. ആ വചനഭാഗം നമുക്ക് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുലിഖിതങ്ങൾ. അവൻ വീണ്ടും പ്രത്തോറിയത്തിൽ പ്രവേശിച്ച് യേശുവിനോട് ചോദിച്ചു, നീ എവിടെ നിന്നാണ്? യേശു മറുപടി ഒന്നും പറഞ്ഞില്ല. പീലാത്തോസ് ചോദിച്ചു, നീ എന്നോട് സംസാരിക്കുകയില്ലേ? നിന്നെ സ്വതന്ത്രനാക്കാനും ക്രൂശിക്കാനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? യേശു പ്രതിവചിച്ചു, ഉന്നതത്തിൽ നിന്ന് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മേൽ നിനക്ക് ഒരധികാരവും ഉണ്ടാകുമായിരുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആരായിക്കൊള്ളട്ടെ, ഏത് ശക്തനോ ഏത് ഏകാധിപതിയോ ഏത് ഭരണാധികാരിയോ ആയിക്കൊള്ളട്ടെ, ഉന്നതത്തിൽ നിന്ന് എൻ്റെ സ്വർഗസ്വനായ പിതാവ് അനുവദിക്കാതെ എൻ്റെ മേൽ ഒരു വ്യക്തിക്കും അധികാരം ഉണ്ടായിരിക്കില്ല. എൻ്റെ സ്വർഗസ്വനായ പിതാവ് അനുവദിക്കാതെ ഒരു വാക്ക്, എൻ്റെ സ്വർഗസ്വനായ അനുവദിക്കാതെ ഒരു ചെറുവിരൽ അനക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. ഇതിൽ ഉറച്ച് വിശ്വസിക്കണം. ദൈവത്തിൻ്റെ പരിപൂർണമായ പരിപാലന എൻ്റെ ജീവിതത്തെ വലയം ചെയ്തിരിക്കുന്നു. വിശ്വസിക്കണം. മൂന്നാമതായി നമ്മൾ വിശ്വസിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഞാൻ വിശ്വസിക്കണം. എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് എൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എൻ്റെ ദൈവം 24 മണിക്കൂറും എന്നെക്കുറിച്ച് വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. 139-ാം സങ്കീർത്തനത്തിൽ 5-6 തിരുലിഖിതങ്ങൾ, മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. 3 കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ ഹൃദയം ഉറയ്ക്കാൻ ആവശ്യപ്പെടുകയാണ്. ഒന്ന്, ദൈവത്തിൻ്റെ സർവശക്തിയിലുള്ള വിശ്വാസം. അവിടുന്ന് സർവശക്തനാണ്. അവിടത്തേക്ക് ഒന്നും അസാധ്യമല്ല. അവിടത്തേക്ക് എനിക്ക് വേണ്ടി ഇത് ചെയ്യാൻ കഴിയും. പ്രാർത്ഥിക്കുന്നവർ അത് വിശ്വസിക്കണം.
രണ്ടാമത് അവിടുത്തെ പരിപാലനയിൽ ഉറച്ചു വിശ്വസിക്കണം. എൻ്റെ സ്വർഗസ്നായ പിതാവ് അനുവദിക്കാതെ ഒരു മുടിയിഴ പോലും എൻ്റെ ശരീരത്തിൽ നിന്ന് അനങ്ങുകയില്ല, നിലം പതിക്കുകയില്ല. മൂന്നാമത് ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ വിശ്വസിക്കണം. എൻ്റെ മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. എൻ്റെ സ്വർഗസ്നായ പിതാവ് അനുവദിക്കാതെ ആർക്കും എൻ്റെ മേലൊരു അധികാരം ഉണ്ടാവുകയില്ല. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മുടെ ഹൃദയഭാരങ്ങളെല്ലാം സമർപ്പിച്ച്, ദൈവമേ അവിശ്വാസത്തിന് മാപ്പ്, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദ ലോർഡ്. Praise the Lord. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു നിമിഷം നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ കർത്താവിനോടുള്ള എൻ്റെ ഹൃദയത്തിൻ്റെ ബന്ധം ഇപ്പോൾ എങ്ങനെയാണ്? ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിച്ചില്ല. ഇന്ന് ഞാൻ പ്രാർത്ഥന നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയാണോ? പ്രാർത്ഥനയിൽ നിന്ന് വീണുപോയൊരു വ്യക്തിയാണോ? സഹനത്തിലും അതികഠിനമായ ഞെരുക്കങ്ങളിലും തകർച്ചകളിലും മനം പതറി ഇന്ന് ദൈവത്തെ ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണോ? ഇതാ ഈ നിമിഷം ദൈവം തൻ്റെ ആത്മാവിനെ പകരുകയാണ്. എളിയ ഹൃദയങ്ങളിലേക്ക് വലിയ പ്രകാശം പരക്കുന്നു. ഓരോ മകനും മകളും എളിമപ്പെടുക. ഇപ്പോൾ രണ്ട് കരങ്ങൾ നന്നായിട്ട് ഈശോയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന സമയമാണ്. രോഗികൾ ഈ സമയം കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഈശോയിൽ നകറ്റുന്ന ഒരു അവിശ്വാസ ചിന്ത പോലും ഹൃദയത്തെ ഭരിക്കരുത്. തളർന്ന മനസ്സുകൾ വീണ്ടും ദൈവശക്തിയാൽ നിറയ്ക്കുന്ന സമയമാണ്. ഈശോയിലേക്ക് നോക്കുക. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. എത്രമാത്രം സ്നേഹത്തോടെ യേശുവിനെ നാമം വിളിക്കാൻ സാധിക്കുമോ അത്രയും സ്നേഹത്തോടെ ഈ സമയം ഈശോയെ വിളിക്കുക. അവിടുന്ന് അവിശ്വാസം പരിഹരിച്ച് വിശ്വാസം നിറയ്ക്കും. അവിടുന്ന് രോഗങ്ങൾ സുഖപ്പെടുത്തി ആരോഗ്യം നൽകും. അവിടുന്ന് ജീവിതത്തിൻ്റെ അന്ധകാരങ്ങൾ മാറ്റും. അവിടുന്ന് കണ്ണുനീർ ഒപ്പി ആനന്ദം കൊണ്ട് നിറയ്ക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ആരാധിക്കാം ഈ ജീവിതം തന്നതിനായിരമായിരം നന്ദി കർത്താവേ. പാടി സ്തുതിക്കാം എനിക്കായുസു നൽകി നീ കോടാനുകോടി സ്തോത്രം കർത്താവേ. എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും മതി തീരുമോ? എത്രത്തോളം നിന്നെ സ്തുതിച്ചാലും മതി വരുമോ? എത്രകാലം നിന്നെ പുകഴ്ത്തിയാലും